ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന പിക്സൽവേഴ്സിന്റെ കോയിൻ ആയിട്ടുള്ള പിക്സ് ഫീ ഈ വരുന്ന 18-ാം തീയതി എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ആവാൻ പോവുകയാണ്. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഉടനെ തന്നെ ബൈബിറ്റും ബാക്കിയുള്ള ബിങ്കെക്സ് പോലുള്ള എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് എത്രയാണ് പ്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ 18-ാം തീയതി അറിയാൻ പറ്റും. വിഡ്രോവൽ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഉടനെ നമുക്ക് വിഡ്രോവലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവും. അപ്പോൾ നിങ്ങൾ വിഡ്രോവലിൻ്റെ മുന്നേ ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ടും കാണാം. മുഴുവനായും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു ന്യൂസ് അവരെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് അവിടെയാണ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിക്സൽവേഴ്സിൽ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പിക്സൽവേഴ്സിൻ്റെ ബോട്ടിൻ്റെ കോയിനും അതുപോലെ തന്നെ പിക്സൽവേഴ്സിലെ ഡാഷ്ബോർഡ്. പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡാഷ്ബോർഡിലെ കോയിൻസ് കളക്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം. കാരണം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്സൽവേഴ്സിൻ്റെ ബോർഡിലെ ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി. ഇപ്പോൾ ബാക്കിയുള്ള ടാസ്കുകളെല്ലാം പുതിയ ടാസ്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ടാസ്കുകളൊക്കെ ഓക്കെ, നിലവിൽ നമുക്ക് ടിക്ടോക്ക് മാത്രം അവൈലബിൾ അല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ടാസ്കുകളും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഡാഷ് ബോർഡിലെ ടാസ്കുകളും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. അതിൽ കാണിച്ചതൊന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കാണിക്കാം. ആ ഒരു ഡാഷ് ബോർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് ഡാഷ് ബോർഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ നിന്ന് ഒരു പോയിന്റ് പോലും ഒരു കോയിൻ പോലും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് പിക്സൽവേഴ്സിൻ്റെ. കാരണം പിക്സൽവേഴ്സിൻ്റെ കോയിൻ്റെ നെയിം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പിക്സ് ഫീ എന്നാണ്. അപ്പോൾ പിക്സ് എന്ന് പറയുന്ന കോയിൻ നമുക്ക് കിട്ടുക ഡാഷ് ബോർഡിൽ നിന്നും, ഫീ എന്ന് പറയുന്ന കോയിൻ കിട്ടുന്നത് ഈ ഒരു ബാലൻസ് നിന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പിക്സ് ഫീ എന്ന് പറയുന്ന കോയിൻ തരുന്നത്. ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ ലെവൽ 9 എത്തിയിട്ടുണ്ട്. ലെവൽ 10 ആണ് നമുക്ക് മാക്സിമം ഈ ഒരു പിക്സൽവേഴ്സിൽ എത്തിക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ലിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഗെയിംസ് ഒക്കെ കളിച്ച് ബാറ്റിലൊക്കെ വിൻ ചെയ്ത് നിർബന്ധമായിട്ടും ലെവൽ 10 എത്തിക്കണം. എങ്ങനെ ലെവലപ്പ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ലെവൽ 10 എത്തണമെന്ന് മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് ലെവൽ 10 എത്തിച്ച് വെക്കുക. ഞാനിപ്പോൾ 9 എത്തിയിട്ടുള്ളൂ. എനിക്കൊരു 10 മാച്ചും കൂടി വിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ലെവൽ 10ലേക്ക് എത്താൻ പറ്റും. പിന്നീട് എല്ലാവർക്കുള്ള ഡൗട്ടാണ് വാലറ്റ് കണക്ഷൻ. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ വാലറ്റ് കണക്ട് ചെയ്യുന്നത് കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്യേണ്ട ഏത് വാലറ്റ് കണക്ട് ചെയ്താലും മതി. എല്ലാ വാലറ്റും, ടോൺ വാലറ്റ് അടക്കം ഇവിടെ സപ്പോർട്ടഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് കണക്ട് ചെയ്ത് വെക്കുക. പിന്നീട് വന്ന ഡൗട്ടാണ് പിക്സൽവേഴ്സിൻ്റെ ബോട്ടിലും പിക്സൽവേഴ്സിൻ്റെ ഡാഷ് ബോർഡിലും സെയിം വാലറ്റ് തന്നെ കണക്ട് ചെയ്യണോ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് എങ്ങനെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും വന്ന ഡൗട്ടാണ്, മെറ്റാമാസ്ക് മതിയോ, സെയിം വാലറ്റ് തന്നെ കണക്ട് ചെയ്യണോ എന്നുള്ളത്. നിലവിൽ ഇതുവരെ സെയിം വാലറ്റ് തന്നെ പിക്സൽവേഴ്സിൻ്റെ ഡാഷ് ബോർഡിലും ടെലഗ്രാം ബോട്ടിലും കണക്ട് ചെയ്യണമെന്ന് പിക്സൽവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. എങ്കിലും നമുക്ക് സേഫ്റ്റിക്ക് സെയിം വാലറ്റ് തന്നെ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് OKX വാലറ്റ് ആണ്. OKX ആണ് ഡാഷ് ബോർഡിലും അതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാം ബോട്ടിലും ഒരേ സമയം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് വാലറ്റ് കണക്ട് വെച്ചിട്ട് വേറെ ട്രസ്റ്റ് വാലറ്റോ ഏത് വാലറ്റ് വേണമെങ്കിലും നമ്മുടെ ഡാഷ് ബോർഡിലും കണക്ട് ചെയ്യുക. അതൊക്കെ അറിയുന്നവർ ചെയ്യുക. അറിയാത്തവർക്കൊന്നും പറഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും, ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് OKX തന്നെ കാണിച്ചു തരാം, ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ OKX ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ചെയ്യാത്തവർ ആഡ് വാലറ്റ് കൊടുക്കുക, കണക്ട് ന്യൂ വാലറ്റ് കൊടുക്കുക. അതിനുശേഷം OKX സെലക്ട് ചെയ്യുക. നിങ്ങളുടെ OKXൻ്റെ ID കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചുകൊണ്ട് വീണ്ടും കാണിച്ച് സമയം കളയുന്നില്ല. ഇവിടെ OKX സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റ് ആസ് മെയിൻ വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OKX വാലറ്റ് ഇവിടെ കണക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഞാനിവിടെ OKX വാലറ്റ് കണക്ട് ചെയ്തു. അപ്പോൾ മെയിൻ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡാഷ് ബോർഡിലേക്ക് പോവാം. പിക്സൽവേഴ്സിൻ്റെ ഡാഷ് ബോർഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എങ്ങനെ ഈ പോയിന്റ്സ് കൂട്ടാം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അതുകൊണ്ട് അതൊന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ആ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ മാത്രമാണ്. നമ്മളിപ്പോൾ ഇതിൽ നോക്കുന്ന വാലറ്റ് കണക്ഷൻ മാത്രമാണ്. അതുകൂടാതെ പുതിയ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ടാസ്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എങ്ങനെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് വീണ്ടും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് വാലറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ അത് തന്നെ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെറ്റാമാസ്ക് കണക്ട് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ പലർക്കും അത് കണക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് OKX ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു OKXൽ അക്കൗണ്ട് എടുക്കുക. OKX വാലറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടുന്ന് OKXൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്ത് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയാത്തവർ, ഇനി ഇമ്പോർട്ട് ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വാലറ്റ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർ OKXൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക, എന്നിട്ട് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഞാൻ ഇനി ഇമ്പോർട്ട് ചെയ്യുക, മെറ്റാമാസ്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് OKXൻ്റെ ആപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്ത് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് ഞാൻ OKX എന്നുള്ള ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ OKXൻ്റെ ആപ്പ് ഓപ്പൺ ആയി വരും. OKXൻ്റെ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ OKXൽ നമ്മുടെ ഡാഷ് ബോർഡ് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോ ടു രജിസ്ട്രേഷൻ അടിച്ചു. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡാഷ് ബോർഡിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു മെയിൽ ID കൊടുത്തില്ലേ, ആ മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്യുക. മെയിൽ ID കൊടുത്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ OKX വാലറ്റിലേക്ക് കയറും. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വാലറ്റ് ക്ലിക്ക് ചെയ്യുക.
വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കണക്ട് ആയത് കാണാം. ഇനി അഥവാ കണക്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാലറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒന്നും കൂടി കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവും. പിന്നീട് നമ്മൾ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കണക്ട് ആയത് കാണിക്കില്ല. ഡാഷ്ബോർഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നു, OKXന്റെ പുറത്തുള്ള ഡാഷ്ബോർഡ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷേ പ്രശ്നമില്ല, നമ്മളുടെ ബൈൻഡിങ് ഇവിടെ ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട്, ഇവിടെ കാണിക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ വാലറ്റ് ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ OKXന്റെ അകത്ത് ഈ ഒരു സംഭവം എടുത്ത് നോക്കുക. ഇനി റിഫ്രഷ് ചെയ്താലൊക്കെ ഇവിടെ കണക്റ്റഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ വാലറ്റ് കണക്ട് ആവുന്നുണ്ട്, നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടോ ഇവിടെ വാലറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ വാലറ്റിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കണക്റ്റഡ് ആണ്. വിഡ്രോവൽ വരുമ്പോൾ നിങ്ങൾ കൊടുത്ത ID-യിലേക്ക് വിഡ്രോ ആയിക്കോളും. ഓക്കെ, അഡ്രസ്സിലേക്ക് വിഡ്രോ ആയിക്കോളും. നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാഷ്ബോർഡിൽ പറയാനുള്ളത്. ബാക്കി പറയാത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കാത്തത്. അപ്പോൾ ബാക്കിയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊന്നും അറിയാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് കഴിഞ്ഞ വീഡിയോ തൊട്ട് മുന്നുള്ള വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുന്ന പിക്സലോസിന്റെ ബോട്ടിൽ വന്നിരിക്കുന്ന പുതിയ 2 അപ്ഡേറ്റ്സ് ആണ്. റിവാർഡ് സെക്ഷനിലേക്ക് വന്ന അവിടെ സ്പിന്നിംഗ് വീൽ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്പിൻ ഓപ്ഷൻ കറന്റ് എനേബിൾ ആയിരിക്കില്ല, കാരണം ഇപ്പോൾ നല്ല ഓവർലോഡഡ് ആണ്. ഇനി അങ്ങോട്ട് പോകും തോറും നല്ല രീതിക്ക് ഓവർലോഡ് ആവും, സെർവർ അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം അത്ര ആൾക്കാർ ഇനി കയറാൻ തുടങ്ങും. ലിസ്റ്റ് ആവാൻ പോകാൻ കൺഫേം വന്നു കഴിഞ്ഞു 18-ാം തീയതി. ഇനി 4 ദിവസമുള്ളൂ. 4 ദിവസം നല്ല ലോഡായിരിക്കും. ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയില്ല എന്ന് വരും. അപ്പോൾ റിഫ്രഷ് ചെയ്ത് ഓപ്പൺ ആക്കാൻ നോക്കുക. അപ്പോൾ ഓപ്പൺ ആവുന്നില്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്യുക. ബോട്ടും അതുപോലെ തന്നെ, ബോട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്യുക. ബോട്ട് ഓപ്പൺ ആയില്ലെങ്കിലും സെയിം പ്രോസസ്സ്, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ശ്രമിക്കുക. അതന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി എല്ലാവരും കയറാൻ തുടങ്ങും. ഇതുവരെ മൈൻഡ് ചെയ്യാത്തവർ പോലും ഇനി കയറാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് എനിക്കൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാനില്ല. വെയിറ്റ് ചെയ്ത് പിന്നെയും ട്രൈ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സ്പിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിന്നിംഗ് വീലിൻ്റെ കാര്യം കാണാം. ഇവിടെ ഓരോ സ്പിന്നും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 സ്പിന്നിന് 2.83 മില്യൺ ആണ് പ്രൈസ് വരുന്നത്. ഇത് കൊടുത്താൽ നമുക്ക് 2 സ്പിന്ന് മേടിക്കാം. സ്പിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാണുന്ന പ്രൈസുകൾ ഏത് വേണമെങ്കിൽ കിട്ടാം. ഡബിൾ ഹിറ്റ് കിട്ടാം. അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ പോയിസൺ കിട്ടും. ഒരു പോയിസൺ കിട്ടി നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഗെയിമിൽ ഹീൽ ആവണമെങ്കിൽ ഹീൽ ബാറ്റിൽ ബൂസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഡെയിലി ഇൻകം 2x ആക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരമുള്ളത് തന്നെയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വേർത്ത് തന്നെയാണ്. ഓൾറെഡി ഇന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇനി വീണ്ടും ഇന്ന് പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡെയിലി അത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, അതുകൊണ്ട് പുതുതായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ ജെൻഡർ, ഏജ്, അതുപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റി അത് ഏതാണെന്ന് കൊടുക്കാം. നമ്മുടെ ഹോബി അതൊക്കെ സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് നമ്മുടെ പിക്സലോസിൻ്റെ ബോട്ടിൽ വന്നിരിക്കുന്നത്. നമ്മൾ ബോട്ടിനെ പറ്റിയും ഡാഷ്ബോർഡിനെ പറ്റിയും ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ തന്നെ ടെലഗ്രാമിൽ ഇടും. അതിനുശേഷം നമ്മൾ യൂട്യൂബിലും വീഡിയോസ് ആയിട്ട് ചെയ്യും. അപ്പോൾ വിഡ്രോവൽ സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ വിഡ്രോവലിനെ പറ്റിയും ഇത് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്ത് സെല്ല് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ആ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടെലഗ്രാമിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.